അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ഉണ്ണി പറയഷൻ വളരെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും. ഞാനത് ഇരുത്തിക്കൊണ്ട് പറയുന്നല്ലോ കേട്ടോ. വളരെ ആക്റ്റീവാ. ദേഷ്യം എനിക്ക് ആദ്യം പേടിയായിരുന്നു. ഞാൻ ഈ ദൂരദർശനിൽ വെച്ചൊക്കെ കണ്ടുമുട്ടുന്ന സമയത്ത് CP ജോണിനെ കുറിച്ചൊക്കെ അന്ന് ഈ തത്വശാസ്ത്രത്തിന്റെ ഹാങ് ഓവർ നിൽക്കുന്നുണ്ട്. അന്നത്തെ പഠിക്കുന്ന കാലത്തെ വളരെ ബഹുമാനത്തോടു കൂടി കാണുമ്പോൾ തന്നെ ഇദ്ദേഹം എങ്ങനെയായിരിക്കും പ്രതികരിക്കാം. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ക്ഷിപ്രകോപിയായിട്ടൊക്കെ പ്രതികരിച്ച് കളയും ഇത് കേട്ടിട്ടുണ്ട്. വളരെ സൗഹൃദ അനുഭവം. എനിക്ക് പക്ഷെ വളരെ സൗഹൃദ അനുഭവം. പിന്നെ സാധാരണ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ പറഞ്ഞേ, നീ ആ കുട്ടിയോട് ദേഷ്യപ്പെട്ടത് ശരിയായില്ല. അതെ അല്ലേ? അതെ, ചർച്ചയിലാ? മാതൃഭൂമി ചർച്ചയിലായിരുന്നു. ആണോ? ഏറ്റുമുട്ടലായോ? അയ്യോ, ഫ്ലോറിലായിരുന്നോ അതോ അല്ലാതെ? അല്ല, അദ്ദേഹം ഫ്ലോറിലായിരുന്നില്ല. അല്ല അല്ലേ? അത് ഫ്ലോറിലായിരുന്നു. അല്ലല്ല, അല്ലേ? മുഖാമുഖല്ല. പിന്നെയാണ് കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായ കുടിക്കാം. ചായ ഇല്ല, കാപ്പിയേ ഉള്ളൂ. കണ്ടോ എങ്ങനെയുണ്ട്? എന്തൊരു ഓപ്ഷൻ അല്ലേ? ഞാൻ കാപ്പി കരുതിയാണ് ചോദിച്ചത്. സ്ട്രെസ് ഇട്ടു കാപ്പിക്ക്. ചായ വരുത്താം നമുക്ക്. ആയിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ CP സാറിന് ഒരു ചായ. അതെ, CP ജോണിനെ നമ്മൾ ഈ ഫോർമാറ്റ് കൊള്ളാം. അതെ അല്ലേ? വളരെ ഇൻഫോർമൽ. അതെ അല്ലേ? CP ജോണിനെ നമ്മളിന്ന് കാണുന്നതിനൊരു ഒരു ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് വളരെ പെട്ടെന്ന് CP ജോണിനെ അങ്ങ് വരികയല്ല ചെയ്യുന്നത്. CP ജോൺ നേതൃത്വം കൊടുക്കുന്ന CMPയുടെ പാർട്ടി കോൺഗ്രസ് കൊച്ചിയിൽ നടക്കുന്നു. കൊച്ചിയിൽ നടക്കുമ്പോൾ 28, 29, 30 തീയതികളിലാണ് നടക്കുന്നത്. കൊച്ചിയിൽ വലിയ വിപുലമായ പരിപാടികളിലൂടെയാണ് 3 ദിവസത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലേക്കും കേരള രാഷ്ട്രീയത്തിലേക്കും ദേശീയ രാഷ്ട്രീയത്തിലേക്കൊക്കെ നമ്മൾ വരും. അതിനിടയിൽ ചില മറ്റു രാഷ്ട്രീയേതരമായ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. വന്ന ഉടനെ തന്നെ അതിന്റെ പ്രചാരണം നടത്തുന്നതാണ്. ഇനി നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രമേയമുണ്ട്. പിന്നെ സ്മൃതിയോട് പറഞ്ഞെന്താ അറിയോ, ഒന്ന് പഠിച്ചോ. ചില വെറുതെ മറ്റു കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പഠിച്ചിട്ടൊക്കെ ചോദിക്കണം എന്നുള്ളതാണ്. CMPയുടെ രാഷ്ട്രീയ VD സതീശനാ ഉദ്ഘാടനം അല്ലേ? പൊതുസമ്മേളനം ഉദ്ഘാടനം VD സതീശൻ. സമ്മേളനം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കാനാണല്ലോ. അതെ, ഓക്കെ. കൺവെൻഷനിൽ ഈ സമ്മേളനങ്ങൾക്ക് വലിയ ചെലവ് വരത്തില്ലേ CCP? ചെലവുണ്ട്, വലിയ ചെലവുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ചെലവേറിയൊരു പരിപാടിയാണ് അരുണെ. ചെറിയൊരു കാര്യമാണോ അല്ലേ? ചെലവ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ബസ്സുകൾ വരുന്നുണ്ടല്ലോ, 100 ബസ്സുകൾ വരും. അപ്പം അതിനൊന്നും ഒക്കെ അവർ അതാത് സ്ഥലത്തു നിന്ന് തന്നെ പൈസ പിരിവെടുത്ത് ആളുകളെ കണ്ട് ആ ഒരു രീതിയാണ്. ചില പാർട്ടികളൊക്കെ ചിലപ്പോൾ വേറെ തരത്തിൽ ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾക്കത് വേണ്ടി വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സാധിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഇന്നവേ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ആളുകൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ കളക്ഷനൊക്കെ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു ഫീഡ്ബാക്ക്, നമ്മൾ വിചാരിച്ച പോലെ കോവിഡിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല ബിസിനസ്. ആളുകൾ വളരെ ഇപ്പം ബിസിനസ്സുണ്ട്, പക്ഷെ അവർക്ക് കിട്ടിയിട്ടുള്ള ഷോക്ക് ഉണ്ടല്ലോ, ആ ഷോക്കിൽ നിന്ന് റിവൈവ് ചെയ്തിട്ടില്ല. അവരുടെ ലോസസ് ഉണ്ടല്ലോ, അത് ഇപ്പം ഞാനൊക്കെ ഒരുപാട് പേരെ പോയി കാണുകയും ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് ഒരു 10,000 രൂപ തരണം എന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. അവർ നമ്മളോടുള്ള പിണക്കം കൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് 5,000 പോരെ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. 50% ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എൻ്റെ അനുഭവത്തിൽ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന മാതിരി അല്ല ബിസിനസ്സിനുണ്ടായിട്ടുള്ള ആഘാതം എന്ന് പറയുന്നത്. അല്ല, ബിസിനസ്സിൽ മാത്രമല്ല, അല്ലെ എല്ലാ മേഖലകളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ കോവിഡ് ഒരു സാമ്പത്തിക രംഗത്തെ മാന്യത എന്ന് പറയുന്നത് പിന്നെ മറ്റെല്ലാ മേഖലയും സ്വാഭാവികമായും അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവുമല്ലോ.